ഹലോ, ഗുഡ് മോർണിംഗ് എവരിബഡി. ഞാനിന്ന് കൊച്ചു വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിരുന്ന് ഇത് വീഡിയോ ഇട്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇന്ന് ഞങ്ങളുടെ കായംകുളം ഇടവകയിലെ പാതുകാവൽ തിരുനാളാണ്. അപ്പം ഇന്നലെ ഞാൻ റാസായിക്ക് പള്ളിയിൽ പോയിരുന്നു. അപ്പം അവിടുത്തെ ഡെക്കറേഷൻസൊക്കെ ഞാനൊന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ, എൻ്റെ സഹോദരങ്ങളൊക്കെ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ. നമ്മുടെ ഒരുപാട് ശക്തിയുള്ളൊരു പള്ളിയാണിത്. പ്രത്യേകിച്ചും പാതുകാവൽ വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാൾ. അത് കായംകുളം പ്രദേശം മൊത്തം അനുഗ്രഹീതമാകും. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് എന്താണ്, നിങ്ങൾ ഈ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കറക്റ്റ് അതിൻ്റെ ഡേറ്റ് ഓർമ്മയില്ല, പോർച്ചുഗലിൻ്റെ ക്യാപിറ്റലായ ലിസ്റ്റണിൽ ആണ് നമ്മുടെ വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ ജനിച്ചത്. നമ്മുടെ അന്തോനീസ് പുണ്യാളന് നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താൻ പ്രത്യേക മാധ്യസ്ഥ ശക്തിയുള്ള വിശുദ്ധനാണ്. ഓക്കെ, അദ്ദേഹത്തെ അതിന് പ്രത്യേകം നമ്മുടെ സഭ പരിഗണിച്ചിരിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം മാധ്യസ്ഥമുള്ള വിശുദ്ധനാണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ പാവപ്പെട്ടവരുടെയും സഞ്ചാരികളുടെയും ഒക്കെ മധ്യസ്ഥനാണ് ഈ വിശുദ്ധൻ. നിങ്ങളിത് കണ്ടോ? നമ്മുടെ പള്ളിയും നമ്മുടെ പള്ളിയുടെ ചുറ്റുപാടും എല്ലാം അലങ്കരിച്ചിരിക്കുന്നത് കണ്ടോ? വളരെ മനോഹരമായിട്ടാണ്, അർപ്പണ ബോധത്തോടെയാണ് ഇത് അലങ്കരിച്ചിരിക്കുന്നത്. ഇത് ഒരു കൂട്ടം യുവജനങ്ങളുടെ രാപ്പകലില്ലാത്ത അധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഫലമാണിത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണുമ്പോൾ മനസ്സിലാകും ഇവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് അവരെന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാം. ഈ ഇടവകയിലെ ഓരോ വ്യക്തികളും ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. കാരണം ഒരുപാട് അനുഗ്രഹങ്ങളാണ് വിശുദ്ധ അന്തോനീസിനെ കണ്ണുനീരോടെ വിളിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ചൊരിയുന്നത്. അപ്പം നമ്മളും ഇപ്പം നിങ്ങളായാലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ കണ്ണുനീരോടെ വിശുദ്ധ അന്തോനീസ് പുണ്യാളനോട് പ്രാർത്ഥിച്ചാൽ ഒരു കാലത്തും വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ നമ്മളെ കൈവിടുകയില്ല. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിനു വേണ്ടി രാപകലില്ലാതെ കഷ്ടപ്പെടുന്ന ജോലിയും എല്ലാം ഉപേക്ഷിച്ച്, വിശപ്പ് ദാഹം എല്ലാം ഉപേക്ഷിച്ച് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പം നമ്മുടെ കണ്ടോ പരിസരം എന്ത് ഭംഗിയായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത് കണ്ടോ. അതുപോലെ ഞാനിപ്പോൾ ഇനി പള്ളിക്കകത്തോട്ടുള്ള ഭാഗങ്ങളും നിങ്ങളെ കാണിക്കുകയാണ്. കണ്ടോ, പള്ളി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടോ, പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് എല്ലായിടും. അതുപോലെ നമുക്കൊരു പ്രത്യേക ചൈതന്യമാണ് നമ്മൾ ഈ പള്ളിയിലേക്ക് കയറി വരും. പ്രത്യേകിച്ചും കായംകുളം ഇടവകയിലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ വിശേഷപ്പെട്ട ദിനമാണിന്ന്. എത്ര ദൂരത്തായിരിക്കുന്നവരും ഇന്നൊരു ദിവസം ഇവിടെ നമ്മുടെ അന്തോനീസ് പുണ്യാളൻ്റെ ഈ പള്ളിയിൽ ഒന്നിച്ചു കൂടാൻ എല്ലാവരും ശ്രമിക്കും. മാക്സിമം ആൾക്കാരും ഇന്നത്തെ ദിവസം എത്തിരിക്കും. അത് ലോകത്തിൻ്റെ എവിടെയാണെങ്കിലും എത്താൻ സാധിക്കുന്നവരെല്ലാം ഇന്നത്തെ ദിവസം ഈ ചർച്ചിലെത്തിയിരിക്കും. നോക്കൂ, ഈ മുകളിലൊക്കെ ഈ പൂക്കളൊക്കെ അതൊക്കെ ചെയ്യണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം. ഈ മക്കൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അത് മനസ്സിലാവുകയും ചെയ്യും അവർ എന്തുമാത്രമാണ് കഷ്ടപ്പെട്ടിരിക്കുന്നത്. ഓൾട്ടറൊക്കെ നോക്കൂ, വളരെ മനോഹരമായിട്ടാണ് പൂക്കളൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. അതും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. എത്ര അർപ്പണ മനോഭാവത്തോടെയാണെന്നറിയാമോ ഇവർ ഓരോരുത്തരും ഇതിന് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരും ജോലി ലീവ് എടുത്തിട്ടാണ് നിന്ന് ചെയ്തിരിക്കുന്നത്. കണ്ടോ, എത്ര മനോഹരമാണ്. നിങ്ങൾ നോക്കൂ, ഞാൻ പറയുന്നത് എത്ര കറക്റ്റാണെന്നത് ക്ലിയറായിട്ടാണ് ഞാൻ പറയുന്നത്. നോക്കൂ, ഈ അൾത്താരയൊക്കെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ. അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിലും ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ച ഓരോ മക്കളെയും ഓർക്കണം. അപ്പം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വീഡിയോ ഫുൾ കാണണമേ, സ്കിപ്പ് ചെയ്യരുത് കേട്ടോ.
എല്ലാം കാണണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും തരിക. ഓരോരുത്തരും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹം ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണം. ഞങ്ങളുടെ കായംകുളം ഇടവക, ആ കായംകുളം പ്രദേശം മൊത്തം അനുഗ്രഹീതമാണ് ഇങ്ങനെ ഒരു ചേർച്ച് അവിടെ ഉള്ളത്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നിങ്ങളെല്ലാവരും ഇനിയും എനിക്ക് സപ്പോർട്ടുണ്ടാകണം. എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. അപ്പം താങ്ക് യു ഓൾ. ലവ് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. ലവ് യു. ഗോഡ് ബ്ലെസ് യു. വിശുദ്ധ അന്തോന്യോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.